ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പം ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ, കാണുന്നവരൊക്കെ. അപ്പം ഇന്നത്തെ അപ്ഡേറ്റ്സ് ഒന്നാമത്തെ ഖത്തർ എയർവേസിൻ്റെയാണ് കേട്ടോ. ഖത്തർ എയർവേസിൽ അവരുടെ സൈറ്റിൽ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതിനവർ ചോദിച്ചിരിക്കുന്നത് വലിയ ക്വാളിഫിക്കേഷനൊന്നും അവരതിനകത്ത് പറയുന്നില്ല. ഹൈസ്കൂൾ ഡിപ്ലോമയാണ് പറയുന്നത്. പക്ഷേ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, റിട്ടൺ ആൻഡ് സ്പോക്കൺ, നല്ല ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്കില്ലും വേണം ഇങ്ങനെയുള്ള ജോബിനൊക്കെ. അപ്പം ഖത്തർ എയർവേസിൻ്റെ സൈറ്റിലെ വേക്കൻസി കിടപ്പുണ്ട് കേട്ടോ. 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 1 ഇയർ ജോബ് റിലേറ്റഡ് എക്സ്പീരിയൻസ് വേണമെന്ന് അവരുടെ ആ റിക്വയർമെൻറ്റ്സിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഖത്തർ എയർവേസ്. രണ്ടാമത്തത് ഇൻഷുറൻസ് കോഡറാണ്. ഇൻഷുറൻസ് കോഡർ ആൻഡ് കോർഡിനേറ്റർ. അത് ആ വേക്കൻസി ഇട്ടിരിക്കുന്നത് ഒരു ഇറ്റ്ക്യാൻ ഡെൻ്റൽ സെൻ്ററാണ് കേട്ടോ. ITCAN ഇറ്റ്ക്യാൻ ഡെൻ്റൽ സെൻ്ററാണ് ഇൻഷുറൻസ് കോഡർ അല്ലെങ്കിൽ കോർഡിനേറ്ററിൻ്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത്. 2 വേക്കൻസി ഉണ്ട് കേട്ടോ. ഒന്ന് ഇറ്റ്ക്യാൻ ഡെൻ്റൽ സെൻ്റർ. അവരതിന് ചോദിച്ചിരിക്കുന്നത് പിന്നെ എക്സ്പീരിയൻസ് വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ക്ലെയിം പ്രോസസ്സിങ്ങിലും പേയ്മെൻറ്റിലും ഒക്കെയുള്ള എക്സ്പീരിയൻസ് വേണം. അതുപോലെ ഇൻഷുറൻസ് ക്വയറീസും അതിൻ്റെ ഇൻഷുറൻസ് റിലേറ്റഡ് ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും വേണമെന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇറ്റ്ക്യാൻ ഡെൻ്റൽ സെൻ്ററിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ അതിൻ്റെ അകത്ത് മെയിൽ ID വാട്സപ്പ് നമ്പറും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ഇൻഷുറൻസിൻ്റെ വേക്കൻസി, ഇൻഷുറൻസ് കോഡറിൻ്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത് MMC ആണ് കേട്ടോ. MMC അവർ ചോദിക്കുന്നത് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ഇൻഷുറൻസ് പ്രോസസ്സിങ്ങിലും പേയ്മെൻറ്റിലും ഒക്കെയുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവർ MMC ആണ്. അതിൻ്റെ മെയിൽ ഐഡിയും കാര്യങ്ങളും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 വേക്കൻസിയാണ് ഇൻഷുറൻസിന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഇറ്റ്ക്യാൻ ഡെൻ്റൽ സെൻ്ററും ഒന്ന് MMCയുടെയും കേട്ടോ. അപ്പോൾ ഇൻഷുറൻസ് കോർഡിനേറ്ററിൻ്റെയും കോഡറിൻ്റെയൊക്കെ ജോലി നോക്കുന്നവർ കമൻറ്റ് ചെയ്യുക, ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം. അടുത്തൊരു ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസിയാണ്. ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി എനിക്ക് തോന്നുന്നു ഏതോ കമ്മ്യൂണിറ്റി ഫാർമസിയിലേക്കാണ് ഇട്ടിരിക്കുന്നത്. സാലറിയൊക്കെ വളരെ കുറവാണ് അതിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്യുന്നത്. 3000 റിയാലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അവർ പറയുന്നത് 3000 റിയാൽ പ്ലസ് അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇതാണ് അവർ അതിൻ്റെ അകത്ത് പറയുന്നത് ഇത് കേട്ടോ. റിക്വയർമെൻറ്റ്സ് ബാച്ചിലർ ഇൻ ഫാർമസി, QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി വേണം. അതുപോലെ തന്നെ 8 hours ഡ്യൂട്ടിയാണ്, 6 days ഡ്യൂട്ടി, 1 day ഓഫ്. ഇത്രയാണ് അവർ അതിൻ്റെ ആഡിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഫാർമസിസ്റ്റ്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം. അവരതിൻ്റെ വാട്സപ്പ് നമ്പറും മെയിൽ ID ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻഫർമേഷൻ വേണ്ടവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. 3000 പ്ലസ് അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷനേ ഉള്ളൂ ഫാർമസിസ്റ്റ്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ 2 വേക്കൻസി അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. വിസ്റ്റാസ് ഗ്ലോബലിൻ്റെ സൈറ്റിൽ അത് ഇപ്പോഴും കിടപ്പുണ്ട്. വിസ്റ്റാസ് ഗ്ലോബലിൻ്റെ സൈറ്റിൽ 2 വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. മസ്കുലാർ സ്കെൽട്ടൻ്റെതും ഉണ്ട്, ഒരെണ്ണം കോമൺ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അങ്ങനെ 2 ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി വിസ്റ്റാസ് ഗ്ലോബലിൻ്റെ സൈറ്റിൽ കിടപ്പുണ്ട്. ഇൻഫർമേഷൻ വേണ്ടവർ കമൻറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ HR-ൻ്റെ വേക്കൻസി ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ HR-ൻ്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനവർ ചോദിച്ചിരിക്കുന്ന എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി പ്ലസ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഖത്തറിലുള്ളവർക്കാണ്. ഖത്തർ ID NOC ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഓൺ ബോർഡിങ്ങും ഓഫ് ബോർഡിങ്ങിലും ഒക്കെയുള്ള എക്സ്പീരിയൻസ്, അതുപോലെ പേറോൾ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, HR മാനേജ്മെൻറ്റിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് അവർ അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ വേണ്ടവർ വാട്സപ്പ് നമ്പറും മെയിൽ ID ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ വേണ്ടവർ കമൻ്റ് അയയ്ക്കുക, HR കേട്ടോ.
അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വേക്കൻസി ഞാൻ കണ്ടിട്ടുണ്ട്, അത് പെർമനൻ്റ് അല്ല, 6 മന്തിലേക്കുള്ള ഒരു ടെമ്പററി വേക്കൻസി നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അത് വെന്തോമാളിലേക്കാണെന്നാണ് അവരതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ പ്ലസ് 7 ഇയേഴ്സ് എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഖത്തർ ID ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഖത്തറിലുള്ളവർക്കാണ്. അപ്പം ആസുണസ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇമ്മീഡിയറ്റ് ജോയിൻ ആണ്. അപ്പോൾ ഖത്തറിൽ പ്രസൻ്റ്ലി ഉള്ള ഖത്തർ ID ഒക്കെ ഉള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ 6 മന്തിലേക്കുള്ള കോൺട്രാക്റ്റാണ് കേട്ടോ. അത് കഴിയുമ്പോൾ എക്സ്റ്റെൻഡബിൾ ആണെന്നൊക്കെ എൻ്റെ അത് പറയുന്നുണ്ട്. പക്ഷേ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് 6 മന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കേട്ടോ. അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിക്കുന്നത്, പ്ലസ് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ക്വിക്ക് ബുക്കിലും ടാലിയിലും ERPയിലും ഒക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇത് അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത് കാൻഡിഡേറ്റ് സോണാണ് കേട്ടോ. കാൻഡിഡേറ്റ് സോണിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാൻഡിഡേറ്റ് സോൺ ഇവിടുത്തെ ഒരു മാൻപവർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. അവരുടെ സൈറ്റിലാണ് അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി ഉള്ളത് കേട്ടോ. അതിൻ്റെ മെയിൽ IDയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാമേ. അപ്പോൾ ഇത്രയും വേക്കൻസിയാണ് ഖത്തർ എയർവേസിൻ്റെ ഓഫീസ് അസിസ്റ്റൻറ്റ്, കാൻഡിഡേറ്റ് സോണിൻ്റെ അക്കൗണ്ടൻറ്റ്, ഇറ്റ്ക്യാൻ ഡെൻ്റൽ സെൻറ്റർ അതിൻ്റെ ഇൻഷുറൻസ് കോർഡിനേറ്റർ, അതുപോലെ MMCയുടെ ഇൻഷുറൻസ് കോർഡിനേറ്റർ, ഒരു ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി, 2 ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി, ഒരു HR വേക്കൻസി, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ വേക്കൻസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോലി നോക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.